ഒറ്റപ്പെട്ടവന്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ, അസംഘടിതമായി ഛിന്ന ഭിന്നമായി നിൽക്കുന്നവന്റെ നോവും നേരും തിരിച്ചറിഞ്ഞവന്റെ സംഘടനയുടെ പാടവത്തിലേക്ക് ഏറ്റവും മനോഹരമായി കൊണ്ടുവന്നൊരു വ്യക്തിത്വമാണ്. അചഞ്ചല മുന്നേറ്റ പ്രയാണ വഴിയിൽ ആരെങ്കിലും അഴിമതിയോ അരാജകത്വമോ അധാർമികതയോ നടത്തിയാൽ അതിനെതിരെ ഏറ്റവും പടവാളിനേക്കാൾ മൂർച്ചയുള്ള ശബ്ദത്തിൽ ശബ്ദിക്കുകയും അവർക്കെതിരെ പടകധ്വനി കൊടുക്കുകയും ചെയ്തൊരു നേതാവാണ്. ആദ്യമാദ്യം പ്രാസ്ഥാനിക വൈഭവം ഇങ്ങനെ തന്റെ പ്രായത്തിനനുസരിച്ച് പക്വമാർന്ന പ്രതിബദ്ധതയിലൂടെ പ്രവർത്തനം സജ്ജീകരിച്ചു. തന്റെ അവസാന കാലഘട്ടത്തിൽ ബീഡിത്തൊഴിലാളികളെയും അതോടൊപ്പം മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെയും അതിനപ്പുറത്ത് അന്നത്തിന് വേണ്ടി ഉപജീവനത്തിന്റെ മാർഗം തേടി ചോര നീരാക്കി കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെയും ഏറ്റവും മനോഹരമായി ഉപജീവനത്തിന്റെ മാർഗം തേടി അലയുമ്പോൾ ശാരീരിക വൈഭവത്തിന്റെ ശാരീരിക മാനസികോല്ലാസത്തിന്റെ മനോഹര തീരം മുൽകി തങ്ങളുടെ കുടുംബത്തിന്റെ ബാധ്യതകൾ പേറി ഏത് സമയത്തും തങ്ങളുടെ മൂർധാവിൽ നിന്ന് ശിരസിൽ നിന്ന് വിയർപ്പിന്റെ തുള്ളികൾ കണങ്കാൽ വരെ ഇറ്റിറ്റ് വീഴുമ്പോഴും കുടുംബത്തിന്റെ പ്രതീക്ഷകൾ കർപ്പിക്കുന്ന മനോഹരമാകുന്ന ബാധ്യതകൾ പേറി അവർ പണിയെടുക്കുമ്പോൾ അവർ അസംഘടിതരാണ്. അവർക്ക് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ആരുമില്ല. കോരന് കഞ്ഞി കുമ്പിളിൽ നൽകിയിരുന്ന കാലത്ത് നിന്ന് മെല്ലെ മെല്ലെ മണ്ണിൽ പണിയെടുക്കുന്നവനും അതോടൊപ്പം തൊഴിലാളികളും തൊഴിലാളി വർഗവും മുന്നോട്ട് ഗമിക്കപ്പെടുമ്പോൾ അവർക്ക് മുന്നിലേക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആരുമില്ല. അടിച്ചമർത്തപ്പെട്ടവരായി അവർ മാറുന്നു. എന്നാൽ അവരെ സംഘടിപ്പിക്കണം, അവരെ സംഘടിക്കണം, അവർ ഒന്നിച്ചു നിൽക്കണം, അവരുടെ അവകാശങ്ങൾ പോരാടി നേടണം. അവർക്കെതിരെ അധാർമികതയുടെ അപ്പോസ്തങ്ങളുടെ അധമകൂട്ടങ്ങളായി വിരാജിക്കുന്ന അധികാരവർഗം ഏതെങ്കിലും വിധത്തിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ സമരോത്സുകതയുടെ നിറയൊപ്പനവുമായി തീജ്വാല കണക്കെ മുഖരിതമാക്കി അധികാരത്തിന്റെ മുനമ്പിലേക്ക് കയറി ചെല്ലാൻ ഒരു സംഘടനാ പാടവത്തിന്റെ ശക്തീകരണം വേണം. അങ്ങനെ അവരെ കൂട്ടിയോജിപ്പിച്ചു അഴീക്കോടൻ രാഘവൻ. അവരെ അസംഘടിതമായവരെ സംഘടിപ്പിച്ചു. അങ്ങനെ വൈഭവത്തിന്റെ മേലോന്മയിൽ ഏറ്റവും മികവാർന്ന രീതിയിൽ ഒരു തൊഴിലാളി വർഗത്തിന്റെ നേതൃപാടവം ഏറ്റെടുത്തു. തൊഴിലാളി വർഗത്തിന്റെ നേതാവെന്ന പട്ടം ചമഞ്ഞ കുപ്പായമിട്ട് നടന്നില്ല രാഘവൻ. ഏറ്റവും മനോഹരമായി തീഷ്ണഗണങ്ങളിലൂടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതലത്തിലൂടെ മാറി മാറി വരുന്ന സർക്കാരുകളിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാൻ പാകത്തിൽ പടവരുതി. അഴിമതിക്കെതിരെ ശബ്ദിച്ചു, അധാർമികതയ്ക്കെതിരെ ശബ്ദിച്ചു, അധമക്കൂട്ടങ്ങൾക്കെതിരെ ശബ്ദിച്ചു. അപ്പോസ്തലങ്ങളിൽ വിരാജിക്കുന്നവർ എന്തും ചെയ്തു കൂട്ടാമെന്ന് പറഞ്ഞ് നടന്നിരുന്ന കാലത്ത് വ്യക്തവും ശക്തവുമായി ശാക്തീകരണത്തിന്റെ മുന്നിൽ കടന്നുപോയി. പലരും അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലരെയും ചൊടിപ്പിച്ചു. ഇങ്ങനെ സംഘടിപ്പിച്ചു, തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചു. അധാർമികതയ്ക്കെതിരെ പടപൊരുതി, അഴിമതിക്കെതിരെ പടപൊരുതി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇടനെഞ്ചിൽ ചേർത്ത് പിടിച്ച് ചെങ്കൊടിയുമായി അവകാശത്തിന്റെ പോരാട്ട വീര്യത്തിൽ ഒരു സഖാവിനെ പോലെ മുന്നോട്ട് ഗമിക്കപ്പെടുമ്പോൾ പലരും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഭയന്നു. ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ, പ്രവർത്തന മികവിന്റെ വന്താവ് തിരിതെളിയിക്കുന്ന ഒരു നായകൻ കടന്നു വന്നാൽ പലർക്കും അത് പേടി സ്വപ്നമായി മാറി. അദ്ദേഹം പാർട്ടി മീറ്റിംഗും കഴിഞ്ഞ് അവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ വഴിത്താരയിൽ ഇങ്ങനെ അക്ഷീണമാകുന്ന പ്രവർത്തനം നടത്തി. പ്രിയമുള്ളവരെ, അഴിമതിക്കെതിരെ ശബ്ദിച്ച് പടപൊരുതിന് പെറ്റീഷനുമൊക്കെ നൽകി തൃശൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സിറങ്ങി രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ അരണ്ട വെളിച്ചത്തിൽ നടന്നു പോകവേ ചിലർ വന്ന് അദ്ദേഹത്തെ ഇടനെഞ്ചിലേക്ക് കഠാര കുത്തിയിറക്കി കൊന്നുകളഞ്ഞു. എൻഖലാബിന്റെ മന്ത്രധ്വനികൾ മാലോകരിലേക്ക് പകർന്നു നൽകി വിപ്ലവത്തിന്റെ കനൽ പദങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ സംഘടിത പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ മുന്നോട്ട് കൊണ്ടുവന്ന രാഘവൻ അവസാനത്തെ ഇൻഖിലാബും വിളിച്ച് ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് ഒരു പോരാളിയെ പോലെ, ഒരു സഖാവിനെ പോലെ മറിഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ആ മഹാന്റെ പേരാണ് അഴീക്കോടൻ രാഘവൻ. ആ ഓർമ്മകളുടെ പേര്